പറഞ്ഞപ്പോൾ ഇതുപോലെ അനോയിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ, നല്ല ചീവീട് കരയാണെന്നൊക്കെ മീ 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 എന്നുള്ള രീതികളോ എൻ്റെ പൊന്നെ. ആ ലൈവ് ഇടുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം തന്നെ, ലൈവ് ഇടുമ്പോഴേ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ ആൾക്കാർ നിർത്തിയിട്ട് ഓടും. ഇന്നലെ എന്തിനാണോ എന്തോ ലാലേട്ടനൊക്കെ സത്യം പറഞ്ഞ് ഈ നോറയ്ക്കൊക്കെ ഇത്രയും ബൂസ്റ്റ് കൊടുക്കുന്നത്? ആരാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഈ നോറയൊക്കെ എന്ത് ചെയ്തിട്ടാണ് ചുമ്മാ ഇരുന്ന് കോർണറിൽ ഇരുന്ന് കരച്ചില്? ഇതാണ് അവൾ ചെയ്തേക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ള പരിപാടി ഇതാ. ഈ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ അവളെ നിലനിർത്തുന്നത്. അതിനും പോരാൻ ഇന്നലെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ ലാലേട്ടൻ ടീഷർട്ടൊക്കെ കൊടുക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് എണീറ്റിട്ട് പറഞ്ഞ്, ലാലേട്ടൻ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ഈ ടീഷർട്ട് എനിക്ക് തന്നതിൽ, ലാലേട്ടനായിട്ട് എനിക്ക് തന്നതില്ലെന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ നൈസായിട്ട് പറഞ്ഞു, മോളെ ഞാൻ മോക്ക് വേണ്ടി തന്നതല്ല, ടീമിന് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അല്ലേ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ടൊക്കെ ഊക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വിചാരിച്ച് പുള്ളിക്കാരത്തിക്ക് മാത്രമായിട്ട് കൊടുത്തതെന്ന്. ആ ടീമിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് കൊടുത്തതാണ്. എന്തായി കഴിഞ്ഞാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. വളരെ വളരെ ബോറായിട്ട് വരുന്നതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. തെറ്റായ ഇപ്പം നമ്മൾ തലമുറകൾ വരുമ്പോഴും ടി വിയിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നായാലും നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പിള്ളേർക്ക് നല്ല രീതിയിൽ വരുന്നതിന് പകരം തെറ്റായ രീതിയിൽ നടക്കാനുള്ള ഒരു പ്രേരണയാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുക്കുന്നത് കുട്ടികൾക്ക്. അപ്പോൾ ഇതൊരു ഇതിൽ തെറ്റായൊരു കാര്യമാണ്. കേട്ടല്ല, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തെറ്റായ മെസ്സേജാണ് പബ്ലിക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. മെയിനായിട്ട് പറഞ്ഞ ആളുടെ പേരറിയാമല്ലോ, ജാസ്മിൻ. ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഓരോരുത്തർ വന്നിരുന്ന് ഈ പുകഴ്ത്തി പിടിച്ച് സംസാരിക്കാൻ. നിങ്ങളൊക്കെ എന്തിനാണ് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നത്? 23 വയസ്സുള്ള കുട്ടിയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് പറയുമ്പോൾ ആ കുട്ടി കാണിക്കുന്ന പ്രവർത്തികളൊന്നും ശരിയല്ലാത്ത കാര്യത്തിന്റെ പേരിൽ തന്നെയാണ് മോശമായിട്ട് സംസാരിക്കുന്നത് എല്ലാവരും. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും.